നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ISO അംഗീകാരം. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. നല്ലിടയൻ സാഹിത്യോത്സവം അവാർഡ് സന്ധ്യ മുക്കാട്ടുകര സെന്റ് ജോർജസ് ചർച്ച് ഹാളിൽ നടന്നു. ഒരു മാസമായി കൗൺസിൽ യോഗം വിളിക്കാതെ LDF നേതൃത്വവും മേയറും ഒളിച്ചു കളിക്കുകയാണെന്ന് രാജൻ പല്ലൻ. നീറ്റ് പരീക്ഷാ ചതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ISO അംഗീകാരം ലഭിച്ചതിന്റെ ചടങ്ങുകൾ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ IPS ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ACP മുഹമ്മദ് നദീമുദ്ദീൻ IPS സ്വാഗതം പറഞ്ഞു. ISO പ്രതിനിധി വിഷയാവതരണം നടത്തി. തൃശൂർ ACP സുദർശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മണ്ണുത്തി SHO സതീഷ്, സിവിൽ പോലീസ് ഓഫീസർമാർ ISO സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. മികച്ച കുറ്റാന്വേഷകർക്കുള്ള മെമന്റോകളും സമ്മാനിച്ചു. ശരിക്കും പറഞ്ഞാൽ 1% പോലുമില്ല. ഈ ഒരു കാര്യം ചെയ്ത് മാത്രമാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ. ഇതിനൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന കമ്മീഷണറും അതുപോലെ ACPയും SHOയും നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ DIG മാഡത്തിൻ്റെ മുൻകൈ എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അറിഞ്ഞത് ഇവിടെ ഇത് 4ാമത് ബിൽഡിംഗ് എന്നാണ്. DIG മാഡത്തിൻ്റെ ഓഫീസ്, CP ഓഫീസ്, പിന്നെ പേരാമംഗലം ഇത് തന്നെയാണ്. ട്രാഫിക്കും കൂടിയുണ്ട്. അപ്പോൾ 5ാമത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രെയിനിങ് തുടങ്ങിയത് കൊല്ലം സിറ്റിയിലായിരുന്നു. അപ്പോൾ SP നമ്മുടെ ശ്രീനിവാസ് സാറായിരുന്നു. അതിന് തൊട്ട് മുമ്പ് SP ആയിട്ട് ഐ തിങ്ക് കമ്മീഷണർ കൊല്ലം സിറ്റി അജിത മാഡമായിരുന്നു. അപ്പോൾ മാഡമുള്ള സമയത്ത് അവിടെയാണ് ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പോലീസിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു പ്രൈവറ്റ് സെക്ടർ MNCയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു 1 ഇയർ, ഒരു 2.5 വർഷം സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് പോലീസിൽ വന്നത്. അപ്പം ISO സർട്ടിഫിക്കേഷൻ 9001 കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. 27001 ഇൻഫർമേഷൻ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ ഒപ്പീനിയനാണ് പറഞ്ഞു കഴിഞ്ഞാൽ ISO സർട്ടിഫിക്കേഷൻ വന്നാൽ എന്താണ് ചെയ്യും, പോലീസിന് എന്ത് ചെയ്യും. അപ്പോൾ പോലീസിനെ ബഹുമാനിച്ച്, പോലീസിനെ സ്നേഹിച്ച് IPS മാത്രമേ ഇതിനു മുന്നേ എക്സാം എഴുതിയിട്ട് വന്ന ആളായതുകൊണ്ട് അപ്പം ഒരു ISO സർട്ടിഫിക്കേഷൻ എൻ്റെ കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് സംസാരിച്ച ശ്രീകുമാർ അദ്ദേഹം പറഞ്ഞതുപോലെ അത് വളരെ കൂടുതൽ ഒരു ബാധ്യതയാണ്. നേരത്തെ കുറച്ച് പോലീസ് സ്റ്റേഷനുകൾ ജനമൈത്രി ആയിരുന്നു, പിന്നീട് എല്ലാ പോലീസ് സ്റ്റേഷനും ജനമൈത്രിയായിട്ട് മാറി. ഇപ്പോൾ എന്തെങ്കിലും ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എക്സസ് ഉണ്ടായാൽ ഇത് ജനമൈത്രി പോലീസ് തന്നെ കളിയാക്കും. സോഷ്യൽ മീഡിയയിലും നോർമൽ മീഡിയയിലും എല്ലാവരും കളിയാക്കും. അപ്പോൾ ISO സർട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാധ്യത ഒരു 2 ഇരട്ടി 3 ഇരട്ടി അല്ല, ഒരു 10-12 ഇരട്ടി കൂടുതൽ. ബിക്കോസ് നിങ്ങളുടെ പെരുമാറ്റ ശൈലി, അന്വേഷണ മികവ്, അന്വേഷണ കഴിവ്, അതുപോലെ ക്രമസമാധാന പാലനത്തിലുള്ള നിങ്ങളുടെ കാര്യക്ഷമത, അത് മാത്രമല്ലാതെ ഈ പോലീസ് സ്റ്റേഷനിൻ്റെ ബിൽഡിംഗ്, അതുപോലെ ഇവിടെ സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം തന്നെ ഇനി എല്ലാവരും നിരീക്ഷിക്കും. എങ്ങനെയാണ് കളിയാക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ട് അത് കഴിയാം. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിൽ വരുന്ന പശ്ചാത്തലത്തിൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ സ്റ്റുഡന്റ് പോലീസും ജനമൈത്രി പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഇതുവരെ നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ നടപടിക്രമം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയുടെ സ്ഥാനത്ത് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നിവയാണ് നടപ്പിലാക്കുന്നത്.
നിയമം നടപ്പിൽ വരുന്ന ജൂലൈ 1 എല്ലാ പോലീസ് സ്റ്റേഷനിലും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടിക്രമങ്ങളും പുതിയ നിയമങ്ങൾ അനുസരിച്ചായിരിക്കും. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും പുതിയ നിയമങ്ങൾ സംബന്ധിച്ച് പഠന ക്ലാസുകൾ നൽകിയിട്ടുണ്ട്. പോലീസിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന FIR സൗജന്യമായി ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുള്ളതായി ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ പറഞ്ഞു. മുൻപ് ഉണ്ടായിരുന്ന IPC, ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ എവിഡൻസസ് ആക്ട്, ഇന്ന മുതൽ 1 ജൂലൈ മുതൽ അത് നമ്മൾ പുതിയ ലോസ് ഫോം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അറിയാമോ ഈ ടോപ്പിക് ബന്ധപ്പെട്ട്? ആർ യു അവെയർ അബൌട്ട് ഇറ്റ്? ഓക്കെ, നോ പ്രോബ്ലം. നമ്മളുടെ SI ജീസ് മാത്യു ഇവിടെ ഉണ്ട്. സോ ഇന്ന മുതൽ എല്ലാ ഫുൾ ഇന്ത്യയിൽ എല്ലാ സ്റ്റേഷൻസിൽ പുതിയ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓക്കെ, സോ അതിൽ ബന്ധപ്പെട്ട് കുറച്ച് ഇനോഗ്രേഷൻ കൂടെ ഉണ്ട്. ജീസ് മാത്യു നിങ്ങൾക്ക് പറയാം. നല്ലടയൻ സാഹിത്യോത്സവം 2024 അവാർഡ് സന്ധ്യ മുക്കാട്ടുകര സെന്റ് ജോർജസ് ചർച്ച് ഹാളിൽ മുൻ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി മേരി റെജീന ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ പോൾ പിണ്ട്യാൻ അധ്യക്ഷം വഹിച്ചു. സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പിള്ളി, ബെത്ലഹേം കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ റീത്ത, ജെൻസൺ ജോസ് കാക്കശ്ശേരി, CO ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. നല്ലടയൻ ക്വിസ് സമ്മാനദാനം മേരി റെജീന നിർവഹിച്ചു. CK ഫ്രാൻസിസ് സ്വാഗതവും ബാബു അനിയുധൻ നന്ദിയും പറഞ്ഞു. ഇത്രയധികം ആൾക്കാരുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി ഈ പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് എന്തായാലും നല്ലടയൻ അവാർഡ് സമിതിയുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇന്ന് എനിക്ക് തോന്നുന്നു രൂപതയുടെ ഒരുവിധ ഇടവകളിലെല്ലാം തൻ്റെ വിശ്വാസ പരിശീലനം, അതുപോലെ തന്നെ PTA ജനറൽ ബോഡി യോഗം നടക്കുകയും ക്ലാസുകൾ നടക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഇവിടെയും അത് നടന്നിട്ടുണ്ടാകണം. അച്ഛൻ ഒരു പരിപാടിയിൽ നിന്ന് മറ്റൊരു വരും. അത് കഴിഞ്ഞ് ഈ പരിപാടി എന്ന് പറയുമ്പോൾ അഭിമാനം തോന്നുന്നു. കാരണം പല പ്രായത്തിലുള്ളവർ ഒത്തുകൂടി ഇവിടെ ചേർന്ന് തങ്ങളുടെ വിശ്വാസം ഈ നല്ലടയൻ എന്ന ബുള്ളറ്റിലൂടെ പ്രഘോഷിക്കുക ഉള്ള അവസരം നന്നായി വിനിയോഗിച്ചവരാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. വിശ്വാസം പ്രഘോഷിപ്പിക്കപ്പെടുവാനും പ്രചരിക്കുവാനും ഉള്ളതാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഈ ഒരു പ്രക്രിയയിൽ പങ്കുചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ അനുമോദനങ്ങൾ നേർന്നുകൊള്ളുന്നു. ഒരു മാസമായി കൗൺസിൽ കൂടാതെ ഒഴിഞ്ഞുമാറി മേയറും LDF നേതൃത്വവും മുന്നോട്ടു പോകുന്നത് ചട്ടലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പല്ലൻ. കഴിഞ്ഞ മാസം ജൂൺ 1 ഒരു അജണ്ട വെച്ച് അടിയന്തര കൗൺസിൽ കൂടിയതിനു ശേഷം നാളേക്ക് 29 ദിവസം പിന്നിടുകയാണ്. 4 ദിവസം മുൻപ് നോട്ടീസ് നൽകിയിട്ടുള്ള സാധാരണ കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടുവാൻ മേയർക്ക് ഇനി സാധ്യമല്ലാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പല്ലൻ പറഞ്ഞു. ഒരു മാസത്തിനുള്ളിൽ കൗൺസിൽ വിളിച്ചുകൂട്ടണമെന്ന് കേരള മുനിസിപ്പാലിറ്റീസ് ചട്ടങ്ങളും നിയമങ്ങളും മേയറും CPM നേതൃത്വവും അട്ടിമറിക്കുകയാണെന്നും ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് LDF നേതൃത്വം കൗൺസിൽ വിളിച്ചുകൂട്ടാതെ ഓടിക്കളിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പല്ലൻ കുറ്റപ്പെടുത്തി. നിരവധി ജനകീയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ കെട്ടിട നികുതി അടയ്ക്കുവാൻ സാധിക്കാതെ ജനങ്ങൾ വലയുമ്പോൾ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട സമയത്ത് പോലും ഒരു മാസക്കാലമായി മേയർ കൗൺസിൽ വിളിക്കാതെ ഒളിച്ചു കളിക്കുന്നത് ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണെന്ന് രാജൻ ചേപ്പല്ലൻ ആരോപിച്ചു. കേരള മുനിസിപ്പാലിറ്റി ചട്ടലംഘനം മറികടക്കുന്നതിന് ജൂലൈ 3 അടിയന്തര കൗൺസിൽ എന്ന ഓമന പേരിട്ട് കൗൺസിൽ യോഗം വിളിക്കേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പല്ലൻ മുന്നറിയിപ്പ് നൽകി. ഇത്രയ്ക്കും കെടുകാര്യസ്ഥതയും ഭരണസ്തംഭനവും ഉണ്ടായിട്ടും LDF ജില്ലാ നേതൃത്വം ഇടപെടുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഗ്രാമിക കുഴിക്കാട്ടുശ്ശേരിയുടെ EK ദിവാകരൻ പോറ്റി സ്മാരക ഗ്രാമിക പുരസ്കാരം മങ്ങാട് രത്നാകരന് നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് 2024 ജൂലൈ 27 കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ വെച്ച് K സച്ചിദാനന്ദൻ സമർപ്പിക്കും. PN ഗോപികൃഷ്ണൻ അധ്യക്ഷം വഹിക്കും. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ പ്രസംഗം നടത്തും.
വാർത്താ സമ്മേളനത്തിൽ കെ സച്ചിദാനന്ദൻ, പി എൻ ഗോപികൃഷ്ണൻ, പി കെ കിട്ടൻ, സി മുകുന്ദൻ, ഇ കൃഷ്ണനാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. 12ാം ശമ്പള കമ്മീഷനെ നിയോഗിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, മെഡിസിപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ അയ്യന്തോൾ കളക്ടറേറ്റിനു മുൻപിൽ സംഘടിപ്പിച്ച മാർച്ചും ധരണയും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആർ ഹരീഷ് കുമാർ അധ്യക്ഷം വഹിച്ചു. പ്രതിഷേധ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ഹാപ്പി, KGOF ജില്ലാ പ്രസിഡന്റ് അപ്സര മാധവ്, AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്ദുമതി ടീച്ചർ, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഒ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി വി ജമർലി സ്വാഗതവും ജില്ലാ ട്രഷറർ VV പ്രസാദ് നന്ദിയും രേഖപ്പെടുത്തി. ലയൺ ഇന്റർനാഷണൽ 318ന്റെ പുതിയ ലയൺ ഇയർ ജൂലൈ 1 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലയൺസ് ക്ലബ് ഓഫ് തൃശൂർ ഫോർട്ട് കാളത്തോട് LP സ്കൂളിൽ സർവീസ് പ്രോജക്റ്റ് കിറ്റുകൾ നൽകി. പ്രസിഡന്റ് CT ആന്റണിയിൽ നിന്നും പ്രധാനാധ്യാപികയും വിദ്യാർത്ഥികളും ചേർന്ന് ഏറ്റുവാങ്ങി. പ്രധാനാധ്യാപിക ആർ ശ്രീജ നന്ദിയും പറഞ്ഞു. സെക്രട്ടറി KL ജോഷി, ട്രഷറർ OD ജോസഫ്, PJ റോയ്, CL ഫ്രാൻസിസ്, NV ജോണി പോൾ അറങ്ങാശ്ശേരി, PA പോളി, TD വത്സൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. സ്കൂൾ ആൻഡ് ഫാൻസി ഐറ്റംസിന്റെ വലിയ ലോകം SR കളക്ഷൻസ് പുത്തൂർ. ബാഗുകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനുമൊപ്പം ഫാൻസി ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ലേഡീസ് ബാഗുകൾ, ഗിഫ്റ്റ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫുഡ് വെയറുകൾ, ബർത്ത്ഡേ ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ സെലക്ഷനുമായി SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. ന്യൂ ബോൺ ബേബി വെയേഴ്സ്, കുട്ടികൾക്കായുള്ള ടോയ്സ്, സൈക്കിളുകൾ തുടങ്ങിയവയ്ക്കൊപ്പം സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കസേരകൾ തുടങ്ങിയവയുമായി SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയനൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ
നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ ജില്ലയിലെ വിവിധ ഗവൺമെന്റ് ആയുർവേദ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ്, ആയുർവേദ നഴ്സ് ഗ്രേഡ് എന്നീ തസ്തികകളിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. ആയുർവേദ നഴ്സ് ഗ്രേഡ് തസ്തികയ്ക്ക് SSLC, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നൽകുന്ന 1 വർഷത്തെ ആയുർവേദ നഴ്സിംഗ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. നിശ്ചിത യോഗ്യതയുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയ്ക്കുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ സഹിതം ജൂലൈ 3 രാവിലെ 10:30 ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയ്ക്കുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 5 രാവിലെ 10:30 ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. സർവീസിൽ നിന്ന് വിരമിച്ചവരെ പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0487 23 34 313 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റിയുടെ 2024-25 വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മണ്ണുത്തി ഹോളി ഫാമിലി സ്കൂളിൽ സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് പത്മകുമാർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ വിവിധങ്ങളായ പദ്ധതികളുടെ സമർപ്പണം ഭാരവാഹികളായ പ്രശാന്ത് മേനോൻ, ആന്റോ മാത്യു, MV നെൽസൺ, ജോജു ആൻഡ്രൂസ്, സുരേന്ദ്രനാഥ്, രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ ഗീവർഗീസ്, വിൽസൺ, സണ്ണി, ഷാജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നഴ്സറി പ്രധാനാധ്യാപിക സിസ്റ്റർ ജാൻസി, MPTA പ്രസിഡന്റ് മഞ്ജു, സ്റ്റാഫ് സെക്രട്ടറി ജെസി ടീച്ചർ തുടങ്ങിയവർക്ക് വിവിധ പദ്ധതികൾ സമർപ്പിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ ലിസിക സ്വാഗതവും ആന്റോ വി മാത്യു നന്ദിയും പറഞ്ഞു. എല്ലാവർക്കും മുട്ടാഴിയൊക്കെ കിട്ടി, കൈ കിട്ടി, സിസ്റ്റേഴ്സിന് കിട്ടി, ടീച്ചേഴ്സിന് കിട്ടി. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണല്ലോ അല്ലേ? ഇവിടെ നിന്ന എല്ലാ അങ്കിൾമാർക്കും നമുക്ക് നന്ദി പറയണ്ടേ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? വേണ്ടേ? ഈ അവസരത്തിൽ ഞാൻ ഇവർക്ക് നല്ലൊരു ആശംസ നേടാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവർ നല്ലൊരു കാര്യമാണ് ചെയ്തത്. നമ്മുടെ സ്കൂളിലെ ഓർക്കുന്നത് പോലെ നമ്മുടെ അമ്മമ്മമാരെ ഓർത്ത് അവർക്കും കൂടെ കൊണ്ടുവന്ന് എല്ലാ സഹായവും ചെയ്തെന്ന് ഇവർക്ക് എല്ലാവരും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. So once again, dear Lions Club members, we are very happy to have you and thank you for being with us always. Whenever any need you are here, and we feel that you are our support always. So thank you once again for all that you have been to us. God bless you all and your family members. Thank you. And all the best for the new team. ഡോക്ടർ ബിസി റോയുടെ ജന്മദിനമായ ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ച് NCC. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത KPക്ക് ഉപഹാരം നൽകിയാണ് ആദര സമ്മേളനം ആരംഭിച്ചത്. 24 കേരള ബറ്റാലിയൻ NCC അസോസിയേറ്റ് ഓഫീസർ മേജർ PG സ്റ്റൈജു ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖല എന്നത് ഡോക്ടറും നഴ്സും മാത്രമല്ല എന്നും ആരോഗ്യമന്ത്രി മുതൽ താഴെത്തട്ടിലുള്ള ആശാ വർക്കർ വരെയുള്ളവരുടെ കഠിന പരിശ്രമമാണ് ആരോഗ്യ പ്രവർത്തനത്തിന്റെ വിജയമെന്ന സന്ദേശ പ്രചരണം കൂടിയാണ് ഇത്തരം ആദരവുകളിലൂടെ NCC ലക്ഷ്യം വെക്കുന്നതെന്ന് മേജർ PG സ്റ്റൈജു അഭിപ്രായപ്പെട്ടു. ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് NF അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജു ജേക്കബ്, VL ബിജു, സ്റ്റാഫ് നഴ്സ് ജോയ്സി C. ജോൺ,
ഫാർമസിസ്റ്റ് രാജേശ്വരി PG, ജൂനിയർ പബ്ലിക് നഴ്സുമാരായ ഡെയ്സി ആന്റണി, ബിനി ജെ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് കേക്കും മധുരപലഹാരവും വിതരണം നടന്നു. ആരോഗ്യരംഗത്ത് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഇത്തരം മാതൃകകൾ ഊർജം പകരുന്നതാണെന്ന് മെഡിക്കൽ ഓഫീസർ ചിന്ത KP മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കൗൺസിലർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത സൈക്കോളജി, കൗൺസിലിംഗ്, സോഷ്യൽ വർക്ക് എന്നിവയിൽ ഏതെങ്കിലുമുള്ള ബിരുദം അല്ലെങ്കിൽ തതുല്യ യോഗ്യത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൗൺസിലറായി 3 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധം. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂലൈ 4 രാവിലെ 10 അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0884254484 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നീറ്റ് നെറ്റ് പരീക്ഷാ ചതി അവസാനിപ്പിക്കുക, കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കരുത് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ഏജീസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഏജീസ് ഓഫീസ് കവാടത്തിൽ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു. നീറ്റ് പരീക്ഷ സുതാര്യമല്ലെന്ന് സുപ്രീംകോടതി കണ്ടെത്തുകയും നീറ്റ് പരീക്ഷയിൽ വലിയ കൊള്ള നടന്നിരിക്കുന്നുവെന്ന് തെളിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കി സുതാര്യമായി വീണ്ടും പരീക്ഷ നടത്തണമെന്ന് ഏജീസ് ഓഫീസിന് മുൻപിൽ മാർച്ചും ധരണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ C. സുമേഷ് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയെയും തൊഴിൽ മേഖലയെയും തകർക്കുവാൻ വന്നാൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സംഘശക്തിയുടെ ചൂട് മോദി സർക്കാർ അറിയേണ്ടി വരും. കർഷക സമരം പോലെ വിദ്യാർത്ഥി സമരങ്ങളും യുവജന സമരങ്ങളും ഉയർന്നു വന്നാൽ അത് തടയുവാൻ മോദിക്കാവില്ല. നമ്മുടെ രാജ്യത്ത് എല്ലാം ചോരുകയാണ്. ചോദ്യപേപ്പർ ചോരുന്നു, വന്ദേ ഭാരത് ചോരുന്നു, വിമാനത്താവളം ചോർന്നു, എന്തിനു പറയുന്നു രാമക്ഷേത്രം പോലും ചോർന്നിരിക്കുകയാണ്. രാമനെ പോലും പോക്കറ്റടിക്കുന്ന ആളുകളായി മോദി സർക്കാർ മാറിയിരിക്കുകയാണെന്ന് C. സുമേഷ് പരിഹസിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് R. ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം റോസൽ രാജ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്, വൈസ് പ്രസിഡന്റ് PR കാർത്തിക, ജോയിന്റ് സെക്രട്ടറി CS സംഗീത് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ ഏജീസ് ഓഫീസ് പരിസരത്ത് തൃശൂർ ACPയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമൊരുക്കിയിരുന്നു. 24 ലക്ഷം കുട്ടികളാണ് ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷ എഴുതിയതെന്ന് നിങ്ങൾ ഓർക്കണം. എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി. നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിൽ തന്നെ വർഷങ്ങളോളം മറ്റു കോഴ്സുകൾക്ക് പോകാതെ നീറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം വലിയ ഫീസ് കൊടുത്ത് തയ്യാറെടുപ്പ് നടത്തുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്കൊപ്പം ഗതിയില്ലാത്ത കുടുംബങ്ങൾ വരെ തന്റെ കിടപ്പാടം പണയം വെച്ച് പോലും ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി, മത്സര പരീക്ഷകൾക്ക് വേണ്ടി മക്കളെ തയ്യാറെടുക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. റവന്യൂ വകുപ്പിന്റെ പരിശീലന കേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ യങ് പ്രൊഫഷണലുകളെ നിയമിക്കുന്നു. ILDMലെ MBA ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോഗ്രാമിനോടനുബന്ധിച്ചും DM സെന്ററിലെ മറ്റ് പ്രവർത്തനങ്ങളുമായുമാണ് 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത്. 30,000 രൂപയാണ് പ്രതിമാസ വേതനം. ദുരന്ത നിവാരണത്തിൽ ബിരുദാനന്തര ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. പ്രവൃത്തി പരിചയമുള്ളവരുടെ അഭാവത്തിൽ കോഴ്സ് പൂർത്തിയായവരെയും പരിഗണിക്കും. പ്രായപരിധി 30 വയസ്സ്. വെബ്സൈറ്റിലൂടെ ബയോഡേറ്റ സഹിതം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 2024 ജൂലൈ 6. ഫോൺ 8547610005 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി.
നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വീണ്ടും വാർത്തയിലേക്ക്. ലയൺസ് ക്ലബ് ഓഫ് താണിക്കുടത്തിന്റെ ജൂലൈ മാസം നടത്തുന്ന സേവനങ്ങളുടെ പ്രോഗ്രാം മാണിക്കത്ര NSLP സ്കൂളിൽ നടന്നു. ക്ലബ് സെക്രട്ടറി റാഫേൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ മനോജ് പുഷ്കർ അധ്യക്ഷം വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ബീന കുട്ടികളുടെ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. കുട്ടികൾക്ക് സ്നേഹവിരുന്ന് നൽകി. അർഹരായ കുട്ടികൾക്ക് കിറ്റുകളും വിതരണം ചെയ്തു. സ്പന്ദനം വടക്കാഞ്ചേരിയുടെ 10ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം 5 മുതൽ 9 വരെ താളം തിയേറ്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. സ്പന്ദനം പ്രസിഡന്റ് CO ദേവസി അധ്യക്ഷത വഹിക്കും. CVR ചിറ്റിലപ്പള്ളി MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ മുഖ്യാതിഥികളാകും. 9-ന് സമാപന സമ്മേളനം. വൈകുന്നേരം ചലച്ചിത്ര സംവിധായകൻ മാധവ് രാംദാസ് ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ ഭാഷകളിലുള്ള 25 ചിത്രങ്ങളും 25 ഹ്രസ്വ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായിരുന്ന അന്തരിച്ച ചെവല്ലൂർ വേണുവിനെ കുറിച്ചുള്ള ജീവിതവും കാലവും എന്ന ഡോക്യുമെന്ററി 6-ന് പ്രദർശിപ്പിക്കും. 7-ന് കേന്ദ്രീകൃത മൂലധനവും കുരുക്കിലാകുന്ന മനുഷ്യരും എന്ന വിഷയത്തെക്കുറിച്ച് പ്രശസ്ത നിരൂപകൻ KC ജിതിൻ സംസാരിക്കും. വിവിധ ചിത്രങ്ങളുടെ സംവിധായകരും അണിയറ പ്രവർത്തകരും 5 ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ പങ്കാളികളാകും. വാർത്താ സമ്മേളനത്തിൽ സുഭാഷ് പുഴയ്ക്കൽ, ജയൻ മേലത്തിൽ, PSA ബക്കർ, MK ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വ്യാപക അതിർത്തിയിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രിയദർശിനി വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CT ദേവസി സ്മാരക ഹാളിൽ നടന്ന മികവ് 2024 എന്ന പരിപാടിയിൽ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K. അജിത് കുമാർ, NA സാബു, PG ജയദീപ്, എൽദോ തോമസ്, VM കുര്യാക്കോസ്, TS ശങ്കരൻ, വർഗീസ് വാഗയിൽ, PV ഹസനാർ, VG സുരേഷ് കുമാർ, ജോണി ചിറ്റിലപ്പള്ളി, ബിജോയ് ജോണി, അശ്വിൻ തമ്പി തുടങ്ങിയവർ പ്രസംഗിച്ചു. കോർപ്പറേറ്റ് ട്രെയിനർ റെനീഷ് റഹ്മാൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. അനുമോദന സമ്മേളനത്തിന് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ PV വിനയൻ സ്വാഗതവും K. ബിരേഷ് നന്ദിയും പറഞ്ഞു. അടുത്തത് ഐറിൻ ഡെന്നി, ജസ്ലിൻ ജിബി. ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും മഹത്തരമായിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മണ്ഡലം പ്രസിഡന്റിനെയും അതേപോലെ തന്നെ തെക്കുംകര മണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികളെയും നേതാക്കന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന ഒരു പിന്തുണ അത് വരും നാളുകളിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ ചിലപ്പോൾ നാളെ അറിയപ്പെടാൻ പോകുന്നത് ഇന്ന് ഈ വേദിയിൽ വന്ന് അനുമോദനം ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന മിടുക്കികളും മിടുക്കന്മാരുമായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരിലായിരിക്കും എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല. അവരുടെ കഠിന പ്രയത്നം ഞാൻ പറയേണ്ടതില്ല. നമ്മളെല്ലാം സ്കൂളുകളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ മുതൽ അത് നഴ്സറി സ്കൂൾ ആകട്ടെ, അക്ഷരമാല പഠിക്കുന്ന കാലഘട്ടമാകട്ടെ, അക്ഷരങ്ങളെ വാക്കുകളായിട്ട് കൂട്ടിച്ചൊല്ലാൻ പഠിച്ച കാലഘട്ടം. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മച്ചാട് വിദ്വാൻ എളയത്ത് സ്മാരക വായനശാലയുടെ നേതൃത്വത്തിലാണ് ആദരണം സംഘടിപ്പിച്ചത്. വായനശാല ഹാളിൽ നടന്ന ആദരണ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TS കുട്ടപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ വിദ്യാർത്ഥികളെ ആദരിച്ചു. വായനശാല സെക്രട്ടറി MN കൃഷ്ണൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK ശ്രീജ,
പഞ്ചായത്ത് അംഗങ്ങളായ കെ രാമചന്ദ്രൻ, ഷൈനി ജേക്കബ്, വായനശാല ഭാരവാഹികളായ പി കെ ജയറാം, തോമസ് എം മാത്യു, ബീന ജോൺസൺ, ടി പ്രകാശ്, കെ ജി ശങ്കരൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ പഞ്ചായത്ത് തന്നെ ആദരം സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റ് സംഘടനകളൊക്കെ തന്നെ ഇന്ന് പൊന്നമ്പറമ്പിൽ മറ്റൊരു ആദരമുണ്ട്. അങ്ങനെ മറ്റ് സംഘടനകളും ഒക്കെ ഈ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുക, അത് സമൂഹം നിങ്ങളോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധത കൂടിയാണ്. മാഷിവിടെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കുന്നതിന് അവരുടെ കഴിവിനെ നാട് അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ആദരം വിവിധ സംഘടനകളും ഇത്തരം സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്നത്. തീർച്ചയായും ഇത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പുന്നമ്പറമ്പ് സ്കൂളും ഈ വായനശാലയുടെ പരിധിയിലെ കുട്ടികളെയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് നോക്കാറില്ല, അല്ല, ഈ വായനശാലയുടെ പരിധിയും പുന്നമ്പറമ്പ് സ്കൂളുമാണ്. പുന്നമ്പറമ്പ് സ്കൂള് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്കൂളിന് ഏകദേശം 107 വർഷം വയസ്സായി അല്ലേ? പക്ഷേ 2017 100-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത്. അന്ന് പഞ്ചായത്തിൽ നമ്മളുള്ളപ്പോൾ അല്ലേ 2017 ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള വയസ്സും കൂടി ആയിട്ടുണ്ട് നമ്മുടെ സ്കൂളിന്, മച്ചാട് സ്കൂളിന്. അതിനെ കണക്ട് ചെയ്തൊരു വായനശാലയാണ്. ഓരോ വായനശാലകളും അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണക്ട് ചെയ്ത് അതൊരു പ്രത്യേകത കൂടിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ISO അംഗീകാരം. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. നല്ലിടയൻ സാഹിത്യോത്സവം അവാർഡ് സന്ധ്യ മുക്കാട്ടുകര സെന്റ് ജോർജസ് ചർച്ച് ഹാളിൽ നടന്നു. ഒരു മാസമായി കൗൺസിൽ യോഗം വിളിക്കാതെ LDF നേതൃത്വവും മേയറും ഒളിച്ചു കളിക്കുകയാണെന്ന് രാജൻ പല്ലൻ. നീറ്റ് പരീക്ഷാ ചതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.